ഫ്രണ്ട്സ് എന്നാണ് വിശേഷം? സുഖം എല്ലാവർക്കും? എത്ര ദിവസമായി കണ്ടിട്ടല്ലേ? 3-4 ദിവസമായി. മിന്നാന്ന് ഒരു വീഡിയോ ചെയ്തിനി, അതൊരു 3-4 ദിവസം കൂടിയിട്ടാണ് മിന്നാന്ന് വീഡിയോ ചെയ്തത്. കുറച്ച് തിരക്കായിരുന്നു, ഫോട്ടോഗ്രാഫി, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫീൻ്റെ വെഡ്ഡിങ് വർക്കിൻ്റെ തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ ചെയ്യാതിരുന്നത്. പിന്നെ സൗണ്ട് ഇപ്പം ക്ലിയറായി. 4 ദിവസമായിട്ട് സൗണ്ട് ഡിമ്മായിരുന്നു, തണുപ്പ് പിടിച്ചിട്ടേ മൂക്കടപ്പുള്ളായിട്ട്. മിന്നാന്നൊക്കെ നല്ലോണം എന്താ പറയുക, നല്ലോണം സൗണ്ട് ഡിമ്മായിരുന്നു. അതായത് 3-4 ദിവസം മുമ്പ് നമ്മുടെ ന്യൂ ഇയറിന് 3-4 ദിവസം മുമ്പ്, അതായത് ന്യൂ ഇയറിന് എൻ്റെ പ്രോഗ്രാം ചൂട്ടാട് ബീച്ചിലായിരുന്നു കേട്ടോ. ചൂട്ടാട് ബീച്ചിലായിരുന്നു എൻ്റെ പ്രോഗ്രാം. അടിച്ചു പൊളിച്ചിന്, നല്ല പ്രോഗ്രാമായിരുന്നു. 8 മണി മുതൽ രാത്രി 10 മണി വരെ എൻ്റെ പ്രോഗ്രാം, അതായത് ഗാനമേള. പിന്നെ 10-10:30 മുതൽ ഡി ജെ ആയിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു 12:30-1 മണിയായിട്ട് ആയിന് അവിടെ നിന്ന് വിടുമ്പോൾ. ഞാൻ പ്രോഗ്രാമെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ, അടിച്ചു പൊളിച്ച്. പിന്നെ അതും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ തിരക്കിട്ട് പോയതുകൊണ്ട് പിന്നെ അറിയാമല്ലോ, വർക്കിന് പോകുമ്പോൾ അതാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി. അതായത് വെഡ്ഡിങ് വർക്കിന് പോകുമ്പോൾ ഞാൻ വിചാരിച്ചിനി വ്ളോഗ് ചെയ്യുന്നുണ്ട്. പൊതുവേ ഞാൻ വർക്കിന് പോകുമ്പോഴെല്ലാം വ്ളോഗ് ചെയ്യലുണ്ട്, അത് നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചെടുത്തുണ്ട്. പക്ഷേ ഇത് തിരക്കിട്ട് പായുന്നതുകൊണ്ട് പിന്നെ വിചാരിച്ച് ഒന്നും സമയം ഉണ്ടായിട്ടില്ല. ആ സമയം ഇപ്പോൾ വർക്കിന് പോകുമ്പോൾ തീരെ സമയമില്ല, അതാ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് വിചാരിച്ച ഏതായാലും ഇന്ന് ഒരു വീഡിയോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ പൊതുവേ ഗ്യാപ്പ് അങ്ങനെ ഇടലില്ല, ഡെയിലി പരമാവധി വീഡിയോ ഇടലുണ്ട്. ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഇപ്പോൾ സമയം തരാം. ഇപ്പം വൈകിട്ട് 5:15, വൈകിട്ട് 5:15. പിന്നെ ഇടയ്ക്ക് വീഡിയോ ആയിട്ട് വരണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മറക്കൂലേ? മറക്കും, എന്നെ മറക്കരുത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കെന്നല്ല, ഇനി പരമാവധി ഡെയിലി എന്നെ ഇടുന്നു. പക്ഷേ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്ന അങ്ങനെ സംഭവം. തിരക്കാകുമ്പോൾ വർക്കിൻ്റെ എല്ലാം തിരക്കാകുമ്പോൾ ഗ്യാപ്പ് വരുന്നതാണ്. ശരിയാക്കാം. അതാണ് ഞാൻ പിന്നെ മിന്നാന്ന് വീഡിയോ ഇട്ടെ. ഒരു ചെറിയൊരു ഗ്യാപ്പ്, 2-3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം മിന്നാന്ന് വീഡിയോ ഇട്ടു. പിന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ല, അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കല്ലേ, ഇന്നെടുത്ത നാളെ ഇടും, അങ്ങനെ സ്റ്റോക്ക് മുമ്പെല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് വീഡിയോസ് എന്നാൽ വീഡിയോ ഇല്ലാത്ത സമയത്ത് എടുത്തിട്ടാലോ, പോസ്റ്റ് ചെയ്യാലോ. ശരിയാക്കാം നമുക്ക്, പരമാവധി ഡെയിലി വീഡിയോസ് നോക്കാം ഇൻഷാ അല്ലാ. പിന്നെ ഇപ്പോൾ സൗണ്ടെല്ലാം സെറ്റല്ലേ? പിന്നെ നല്ല ബേസായിരുന്നു. അതൊക്കെ കഴിഞ്ഞ്. പിന്നെ ഉണ്ടല്ലോ നമ്മളെ ഫിഷ് ടാങ്ക് വേണ്ടേ? കുറേ ആളെന്നോട് ചോദിച്ചിനി, അഷ്റഫേ ഫിഷ് ടാങ്ക് എന്തായി, ഫിഷ് ടാങ്കിൽ മീനിട്ടോ, കുറേ മീനുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഫിഷ് ടാങ്ക് കാണിച്ചു തരാം നമ്മളെ. കമോൺ, ഇത് നമ്മുടെ ഫിഷ് ടാങ്ക്. ആകെ 5 കുഞ്ഞ് ഗപ്പിയുണ്ട്, 5 കുഞ്ഞ് ഗപ്പീസ്. ഇത് മുകളിൽ കാണുന്ന ഇല കണ്ട, ഇതല്ലോ മുകളിൽ നിന്ന് വീണിയാ സപ്പോട്ട മരത്തുനിന്ന് വീണിയാ കണ്ട. കുറച്ച് ഇലകളുണ്ട്, കാണാൻ മാത്രമൊന്നുമില്ല. 4-5 ഗപ്പിയുണ്ട്, ചെറിയ കുഞ്ഞ് ഗപ്പി. 1-2 വലുതുണ്ട്. ഇപ്പോഴത്തെ ഇങ്ങനെ കിടന്നിട്ട് വേണം ഇപ്പം വരാൻ. ഇതാ ഈ വല നിലത്ത് മുട്ടാണ്ടിരിക്കാൻ വേണ്ടിക്ക് ഞാനൊരു കമ്പി വെച്ചിട്ടുണ്ട്. അതായത് ഇതിനെ മാറ്റിയിട്ട് കാണിച്ചു തരാം. അതിന് മുമ്പേ ഞാൻ ഇതൊന്ന് കളയട്ടെ. ഇതറിയാം, ഈ സാധനം ഈ തട്ടിയെടുത്തിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കും കേട്ടോ. അത് സാധനങ്ങൾ അങ്ങനെ പോയിക്കോളും. ഇങ്ങനെയാണ് ഞാനിത് തട്ടിക്കളയല്. പോട്ടെ പോയി അല്ലേ? സെറ്റല്ലേ? എന്താണ് കാഫി മാറ്റട്ടെ. ഇതാ നമ്മളെ ഫിഷ് ടാങ്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കുറച്ച് പച്ച ചെടികൾ. ഇത് കിണറിൽ ഉണ്ടാകുന്ന ചെടിയാണ്. കിണറിൽ നമ്മുടെ ചങ്ങായിൻ്റെ കിണറിലുണ്ട് ഇഷ്ടം പോലെ കേട്ടാർന്ന് കോരിക്കൊണ്ടുവന്ന ഈ ചെടി ഉണ്ടല്ലോ. ഈ ചെടി നമ്മളെ ചങ്ങായിൻ്റെ വീട്ടിലെ കിണറിൽ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ആളിന്ന് ഞാൻ കുറച്ച് ചെടി എടുത്തോണ്ട് വന്നതാണ്. ഇത് ഞാൻ ഒരു ഈ ഫിഷെല്ലാം വിൽക്കുന്ന ഷോപ്പില്ലേ, പെറ്റ് ഷോപ്പ്. അപ്പോൾ ഫിഷെല്ലാം വിൽക്കുന്ന ഷോപ്പിൽ ചോദിച്ചു, അവിടെ കണ്ടരോ? അവിടുന്ന് 30 റുപ്യ പറഞ്ഞത് ഒരു ഇത്തലപ്പോലുള്ളൊരു കഷ്ണത്തിന്. അപ്പോൾ ഇത് സെയിലിനുണ്ട് ഈ സാധനം. ഒരു കോരിയാലെടുത്തിട്ടേ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് കോരി മാറ്റട്ടെ.
വേണ്ട, ഇത് ആ മുകളിൽ നിന്ന് വീണതാ. മുകളിൽ നിന്ന് അതായത് സപ്പോട്ടൻ്റെ അവിടെ നിന്ന്. മീനൊന്നും കാണില്ല, ചെറിയ കുഞ്ഞു കുഞ്ഞു മീനാണ് നീരുള്ളത്. കുഞ്ഞു മീനുകൾ ആണ്. ബാക്കിയെല്ലാം എന്തായിന്നറിയില്ല. രണ്ടൊന്നും അമ്മച്ചെല്ലാം വേണം, അതിനൊന്നും കാണുന്നില്ല. എവിടെയാണ് പോയി, ഇനി എന്തായിന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ വേസ്റ്റെല്ലാം ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കോരും. ഇത് കണ്ട, ഈ മുകളിൽ നിന്ന് ഇങ്ങനെ വീഴുന്നേ സാധനങ്ങളെല്ലാം ഇങ്ങനെ മെല്ലെ മെല്ലെ കോരിയെടുക്കും. കണ്ട, ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് ഗപ്പീനെ വാങ്ങിയിട്ടെ, കുറച്ച് ഗപ്പീനെ പോയിട്ട് വാങ്ങിയിട്ട് വരാം. ഓക്കെ, കുറച്ച് ഗപ്പീനെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പെരുകിക്കോളും. കിണറിൽ ഇഷ്ടം പോലെ ആയിട്ടുണ്ടായിരുന്നു, എന്തായെന്നൊന്നും അറിയില്ല. സാധനം കുറച്ചെണ്ണത്തിനെ കൊരിഞ്ഞ് കുറച്ച് ചത്തുപോയി. നമുക്ക് ഫിഷിനെ വാങ്ങാൻ പോകട്ടോ, ഗപ്പീസ് കിച്ചേരി പോവാം. ഓക്കെ, 5:30 മണി, 6 മണി, 6:30 വരെ ആറ്റേ ഉള്ളൂ. അവിടെ പോവാം, ഇരുന്ന് വിടാം. ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ നമുക്ക് കീച്ചേരി പോയിട്ട് ഫിഷിനെ വാങ്ങിയിട്ട് വരാം. കുറച്ച് ഗപ്പീസിനെ ഇടണം. നല്ല രസമാണ് ഗപ്പീസ്. മീനെ നോക്കിയിട്ട് ആ ടാങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ വൈകിട്ട് ടാങ്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി നല്ല രസമാണ്, അടിപൊളിയാണ്. വൈകിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് ഇങ്ങനെ മീനെ നോക്കിയിരിക്കാൻ അടിപൊളിയാണ്, നല്ല രസമാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ വെറുതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആക്കി വെക്കട്ടെ, നല്ല രസമുണ്ടാവും. കുറച്ച് മീനെല്ലാം വാങ്ങിയിടാം. ഇത് കളർ മീനാണ്, ഗപ്പീസിനാണ്. ഇപ്പോൾ ഗപ്പീനെ വാങ്ങിയിടുന്നു. മറ്റുള്ള മീനെല്ലാം ഉണ്ടെങ്കിൽ അതിൽ ഫിൽറ്റർ വേണം. ഫിൽറ്റർ ഉണ്ട്, നമ്മുടെ ഉള്ളിൽ അക്വേറിയത്തിലെല്ലാം ഉണ്ട്, കുറച്ച് വലിയ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാങ്കിൽ പിന്നെ കുറച്ച് എന്താ പറയുക, മറ്റുള്ള കളർ മീനിനെല്ലാം ഫിൽറ്റർ വേണ്ടി വരും. ഫിൽറ്റർ വേണം, വെള്ളം ഇപ്പോൾ ക്ലീൻ ആയിരിക്കണം. ഗപ്പിക്ക് പിന്നെ വെള്ളം അങ്ങനെ അത്ര ഭയങ്കരമായ ക്ലീനൊന്നും വേണമെന്നില്ല, ഗപ്പി ജീവിച്ചോളൂ. അതുകൊണ്ടാണ് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ഗപ്പിനെ വാങ്ങിയിടാം. പേറ്റ് പെരുകി കിട്ടും. ഓക്കെ, അങ്ങനെ എടുത്ത് കേട്ടോ. ഇപ്പോൾ സമയം എന്താ ഇനിയിപ്പോൾ സമയം നോക്കട്ടെ. സമയം 6:10 കേട്ടോ, 6:07. വണ്ടി വരെ വെച്ചിട്ടുണ്ട്. കയറി നോക്കട്ടെ. കൂട്ടിയില്ല. ഓ, കൂടുകൾ സുഖല്ലേ അന്നെ കാണുമ്പോൾ. ഹലോ ഗൈസ്, യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മളെ സാധനം ഇതന്നെ, ഇത് വേറെ നമുക്ക് വേണ്ടത് ഇത്. നല്ല ചിറകുള്ളവരും ഉണ്ട് കേട്ടോ, കയ്യിലുള്ളവരും ഉണ്ട്. മോശമില്ല. നല്ല കോഴിക്കാർപ്പുണ്ടല്ലോ, കാർപ്പുണ്ടല്ലോ. നല്ല രസമുള്ള കാർപ്പ് നല്ല രസമുണ്ടല്ലേ കാർപ്പ് നല്ല രസമുണ്ട്. ഇതാണ് കീച്ചേരിയിലെ ഷോപ്പ്. കണ്ട കാണുമ്പോൾ ഒരുപാട് കാണാനുണ്ട്. സാധനം കണ്ട. ഓക്കെ, ഞാൻ ഗപ്പിനെ പിടിക്കട്ടെ. ടൈപ്പ് കാണുമ്പോൾ ഒരു മെയിലിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിലായിപ്പോയതായിരിക്കും. പൈസൻ്റെ സാധനം കണ്ടോ, പൈസൻ്റെ സാധനം നമ്മളെ ഗപ്പി. ഇതിലെല്ലാം ഒറ്റ കാണുന്നുണ്ട് കേട്ടോ. നമ്മളെ സാധനം ഇല്ല. പിടിക്കട്ടെ. ഫിഷിനെ വാങ്ങി ഇറങ്ങല ചേട്ടാ. അല്ല, അതിൽ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞു കണ്ട. ഇതിൻ്റെ കുഞ്ഞുങ്ങളല്ല. മുകളിൽ കണ്ട ചെറുങ്ങനെ കാണുന്നില്ലെങ്കിൽ കുറേ കുഞ്ഞു ഐറ്റിങ്ങനെ തിന്ന് തീർക്കുമെന്നറിയില്ല. ഐറ്റിങ്ങനെ തിന്ന് തീർക്കും. പക്ഷെ കുലുങ്ങുന്നതുകൊണ്ട് ഒരു പക്ഷേ തിന്ന് തീർക്കാൻ സാധ്യതയില്ല. വണ്ടിയിൽ പോകുമ്പോൾ അത് ഇതിൻ്റെ കുഞ്ഞുങ്ങളല്ലേ, അതൊക്കെ എടുത്തുന്നവർ കുറച്ച് കോരിയിട്ട് തന്നെയാണ്. 3 ജോഡി വാങ്ങിനി, 3 ജോഡി, അതായത് 3 ആണും 3 പെണ്ണും. വെക്കട്ടെ. പിന്നെ ഒരു സാധനം വാങ്ങിനി കണ്ടോ. ഇത് മൊയിനൻ്റെ കോരി വരാം കേട്ടോ, ചെറിയ. പക്ഷെ നമുക്ക് ടാങ്കിൽ നിന്ന് വേസ്റ്റെല്ലാം എടുക്കാൻ ഈ ചെറിയ
ഇതാണ് നല്ലത്. അതായത് ഈ ചെറിയ ഇലയെല്ലാം വീണിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ മീനെല്ലാം പിടിക്കാൻ വേണ്ടിക്ക് മീനെല്ലാം പിടിക്കാൻ വേണ്ടിക്ക് ഇതാണ് നല്ലത്. വെച്ചേട്ടാ പോവാ. അപ്പോൾ വീണ്ടും വിടാട്ടോ. ഓക്കെ, അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നാട്ടിലേക്ക് പോയി കേട്ടോ. നല്ല ചായ പിടിക്കണം. ഞാൻ പള്ളിച്ചാലിൽ നിന്ന് അല്ലെങ്കിൽ പയങ്ങാടിയിൽ നിന്ന് ചായ പിടിക്കാം. ഫ്രണ്ട്സ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയേട്ടാ. ഫ്ലിക്കറിങ് ഉണ്ടല്ലേ, ഫ്ലിക്കറിങ്. അപ്പോൾ നമുക്ക് നമ്മൾ ഫിഷ് ചെയ്താൽ ഫിഷ് നമുക്ക് ഇതിലേക്ക് ടാങ്കിലേക്ക് ഇടാം. അതാണ് പരിപാടി. ടാങ്ക് ചെറുതായിട്ടേ കാണുമല്ലോ, ഭയങ്കരമായിട്ട് കാണുന്നില്ല, ഇരുട്ടാണ്. അപ്പോൾ നമുക്ക് അയ്യോ ബെൽറ്റൊക്കെ ഇവിടെ തന്നെ ഇടാം. ഇത് കുറച്ച് സമയം ഇങ്ങനെ നിൽക്കട്ടെ, കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഇങ്ങനെ നിന്നിട്ടേ ആ വെള്ളമായിട്ട് പൊരുത്തപ്പെട്ട് ഒരു 5 മിനിറ്റ് വെള്ളമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് എന്താക്കാം, മെല്ലെ അതിലേക്ക് ഇടാം. ഓക്കെ, ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാട്ടോ. വൈകിട്ടെല്ലാം ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ്, അടിപൊളിയാണ്. ഇങ്ങനെ ഇരിക്കണം. ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത്, വൈകിട്ടെല്ലാം ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മീനെ നോക്കാൻ നല്ല രസമാണ്. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കാം. കണ്ട ഫ്ലിക്കറിങ് ഉണ്ടല്ലോ നല്ല. മീനിപ്പം ഞാൻ ഇതിലേക്ക് ഇടും. ഓക്കെ, ഇട്ടിട്ട് നമുക്ക് നേരെ ചായ കുടിക്കാൻ പോവാം, പയങ്ങളിലേക്ക് പോവാം. ഓക്കെ, ചായ കുടിച്ചിട്ടില്ല, വരുമ്പം കുടിച്ചിട്ടില്ല. വൈകുന്നേരം ഇരുന്ന് പോകുമ്പോൾ കുടിച്ചിന്, തഫിയാക്കി തന്നെ. പിന്നെ വൈകിട്ട് എപ്പോൾ ഒരു ചായ, ഇത് 2ാമത്തെ ചായ. 2 ചായ എന്തായാലും വേണം അപ്പോൾ വൈകിട്ട്, എന്നാലേ ഓണാവുള്ളൂ. ഓക്കെ, മുകളിൽ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ. ഫ്ലിക്കറിങ് വരുമ്പോൾ എനിക്ക് വലിയൊരു മൂഡില്ല. ശരിയെന്നാ നമുക്ക് ഇവിടുന്ന് വിടാം. പയങ്ങൾ നാളെ ഇത് ഇടട്ടെ കേട്ടോ, ഇനി പോയിക്കോട്ടെ. ഓക്കെ.